നമ്മുടെ കന്നാരയ്ക്ക് ഇന്ന് മണ്ണിടാൻ പോവാ കേട്ടോ. മണ്ണിടുന്നത് എന്തിനാണെന്നറിയാമോ? അതായത് പണ്ട് കാലത്തൊക്കെ, അപ്പൊ അതായത് എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിളവെടുത്തതിന് ശേഷം രണ്ടാമത്തെ വിളവിന്റെ സമയത്തായിരുന്നു നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ആദ്യത്തെ കന്നര വെച്ച് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ തൊട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കും. അതിന് കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ബോയിലർ കോഴീനെ നമ്മൾ വളർത്തില്ലേ, ആ ബോയിലർ കോഴിനെ വളർത്തുന്നതിന് വളരെ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കുറെ കോഴികളെ ഇട്ട് വളർത്തുക ചെയ്യുന്നത്. അപ്പൊ ആ കോഴികൾക്ക് അങ്ങനെ ഓടി നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവരെ സമ്മതിപ്പിക്കാറില്ല. അതായത് ഓടി നടന്നൊക്കെ ചെയ്യുമ്പം അവർക്ക് എനർജി പോകില്ല. ആ എനർജിയും കൂടെ അവരെ വെയിറ്റ് ആക്കുന്നത്, ആ എനർജിയും കൂടെ അവരുടെ ബോഡിയിലേക്ക് വരുന്നത്, അത് തൂക്കം വെപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള സ്പേസ് കുറച്ച് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പൊ കന്നാര കൃഷിയിൽ. അതായത് ഈ കന്നാര വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വേരിറങ്ങൂലോ, വേരിറങ്ങുന്നതിന് ഇപ്പൊ മണ്ണിടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിറങ്ങുന്നതിന് കുറച്ച് അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിന് വേരിറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടെ മോളി വെച്ച് മണ്ണം കയറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആ മണ്ണ് എവിടെ ഉണ്ടോ അവിടെ തൊട്ട് വേരങ്ങ് പൊട്ടി ഇറങ്ങി കഴിയുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ആ ജലവും ലവണങ്ങളും അതിനാവശ്യമായ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ കുറച്ചുകൂടെ പെട്ടെന്ന് സാധിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പൊ കന്നാര കൃഷിക്ക് മണ്ണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കും. പിന്നെ വളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കന്നാരയൊക്കെ വെച്ച് വരുമ്പോൾ ഏകദേശം 35 രൂപ എടുത്ത് നമുക്കൊരു ചെലവ് വരും. അതായത് ഒരു കാനിക്ക് ഒരു 12 രൂപ എടുത്ത് നമുക്ക് മുടക്കുണ്ട്. അതിനുശേഷം ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന്റെ ബാക്കിയുള്ള ചെലവുകൾ, ഇലവളം കൊടുക്കല്, പിന്നെ ഇതിന് കേടിനുള്ള മരുന്ന്, ഇത് പണിക്കാർക്കുള്ള പണിക്കൂലി, പിന്നെ ഈ നമ്മളെടുക്കുന്ന മിഷനറികളുടെ വാടക, ഇങ്ങനെയെല്ലാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആയി പോയി ഏകദേശം ഒരു 35 രൂപ എടുത്ത് ഒരു കാനിക്ക് നമുക്ക് ചിലവാകും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 കിലോ മുകളിലുള്ള 850 ഗ്രാം മുകളിലേക്കുള്ള ചക്കകൾ, അതായത് കന്നാരച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിലയുള്ളൂ. അത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കുറച്ച് പൈനാപ്പിൾ മേടിക്കുമെന്ന് വെച്ചോ, അപ്പം നമ്മൾ കിലോയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് മുകളിലുള്ള കന്നാരച്ചക്കയ്ക്ക് മാത്രമാണ്, അതായത് 850 ഗ്രാമിന് മുകളിലേക്കുള്ളതും നല്ല ഷോയുള്ളതും നല്ല ഹൈറ്റുള്ള കന്നാരച്ചക്കയ്ക്ക് മാത്രമാണ് നമുക്ക് നല്ല വില കിട്ടുള്ളൂ. ആ കന്നാരയ്ക്ക് നമുക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 രൂപ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. അതിന്റെ തൊട്ട് താഴെയുള്ള 800 ഗ്രാമിൽ താഴെയുള്ളതോ അല്ലെങ്കിൽ ഇച്ചിരി ഷോ കുറവുള്ള കന്നാരച്ചക്കയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന വില എത്രയാണെന്ന് 20 രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ ഈ 40 രൂപ കൊടുക്കണം. അവര് തൂക്കം മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കത് ഷോ നോക്കിയിട്ടാണ് നമ്മുടെ കന്നാരയിൽ ഈ വില കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല കന്നാര കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മണ്ണ് കയറ്റി കൊടുക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഇതായിരുന്നു. കൂടി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കന്നാരക്കാനിക്ക് 1 രൂപ 2 രൂപയ്ക്കേ ഉള്ളൂ. ഇപ്പൊ ഈ രീതിയിലായതുകൊണ്ട് നമുക്ക് നല്ല ചെലവുള്ള ഒരു കൃഷിയാണ് കന്നാര കൃഷി. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാം.